ബൈപോളാർ ഡിസോർഡർ മെഡിസിൻ ഇല്ലാതെ മാറുമോ? ഒരിക്കലുമില്ല. ബൈപോളാർ ഡിസോർഡറിന് മെഡിസിൻ്റെ കൂടെ തന്നെ തെറപ്പി അത്യാവശ്യമായിട്ട് വേണം. ബൈപോളാർ ഡിസോർഡർ മെഡിസിൻ ഇല്ലാണ്ട് മാറുകയില്ല. ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനും തെറപ്പിയാണ് ഇമ്പോർട്ടൻ്റ്, മെഡിസിനാണ് ഇമ്പോർട്ടൻ്റ് നമ്മൾ പറയില്ല. ഇറ്റ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, ഒരുമിച്ച് പോകണം. That's why we always say that the mental health team. Good evening, നമസ്കാരം. അതെന്താണോ? എന്തെന്താന്ന്? സഞ്ജയ് റാഷണൽ തിങ്കർ, ഹലോ, ഗുഡ് ഈവനിങ് മാം. ഹലോ ജിഷ്ണു പവി, ഗുഡ് ഈവനിങ്. സോഷ്യൽ ആങ്സൈറ്റി മാറാൻ മെഡിസിൻ എടുക്കണോ മാം? വെൽ, സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ മെയിൻ സിംറ്റംസ് സെൻസ് ഓഫ് സോഷ്യൽ സ്ക്രൂട്ടിനി, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, പബ്ലിക് സ്പീക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് മെഡിസിൻ എടുക്കണമെന്ന് നമ്മുടെ അതിൻ്റെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും എടുക്കേണ്ട വരുന്നത്. അതിന് നമുക്ക് ആങ്സൈറ്റി ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്. എന്നിരുന്നാലും അതിന് സൈക്കോതെറപ്യൂട്ടിക് മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. തെറപ്പി മെഷേഴ്സിൻ്റെ കൂടെ മരുന്നെടുത്താൽ ഗുണമുണ്ടാവും. സ്ട്രെസ് കുറയ്ക്കാൻ സിമ്പിൾ വേ എന്താണ്? എല്ലാവർക്കും കൂടി ഒരു മെസ്സേജ് ആയിട്ട് പറ. സ്ട്രെസ്സ് കുറയ്ക്കാൻ എല്ലാവർക്കും കൂടി ഒരു മെസ്സേജ് ആയിട്ട് പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ ആൾക്കാർക്കും സ്ട്രെസ്സ് ഉള്ളത് ഓരോ രീതിയിലാണ്. എനിക്ക് സ്ട്രെസ്സുള്ള കാര്യമായിരിക്കില്ല ജയേഷിന് സ്ട്രെസ് ഉണ്ടാവുന്നത്, ജയേഷിന് സ്ട്രെസ്സുള്ള കാര്യമായിരിക്കില്ല ഇതിൽ ശ്രേയയ്ക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ ജനറലി ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. ഇതൊക്കെ എനിക്ക് ഒരു സൈക്കോളജിസ്റ്റിനല്ല ആർക്ക് വേണമെങ്കിലും പറഞ്ഞു തരാവുന്ന ഒരു കാര്യമാണ്. സോ സ്ട്രെസ്സിൻ്റെ റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അബി ഗിരീഷ് 760, അഖിൽ ഹായ്, അനന്ത് കൃഷ്ണൻ മാം, ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്നും ട്രോമ ഉണ്ടായി, അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ എന്തെങ്കിലും ടിപ്സ് തരാമോ? മോനെ, നാർസിസിസ്റ്റിക് സ്കീസോടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പറയാമോ പ്ലീസ്? ഓക്കെ, കുറേ ചോദ്യങ്ങൾ, ഒരു മിനിറ്റ് കേട്ടോ, ഓരോരോ ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ തെറപ്പി എടുക്കേണ്ട വരും. PTSD സിംറ്റംസ് നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവും. അതിന് തെറപ്പി എടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. മനസ്സിലായോ? തെറപ്പി എടുത്ത് നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ ആ ആളിൽ നിന്ന് ഒരു എന്താ പറയുക ഡിസ്റ്റൻസ് വെക്കണം. അതിൽ നിന്ന് ഓർമ്മകളിൽ നിന്ന് മാറാൻ ട്രോമ ഹീലിംഗ് തെറപ്പി എടുക്കണം. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ, സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പറയാമോ? സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ഓഡായിട്ടുള്ള ഇൻട്രസ്റ്റുകളുള്ള ആൾക്കാരായിരിക്കും. അവരധികം ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരായിരിക്കും. സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഉള്ളവർക്കാണ് സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. 3 ക്ലസ്റ്റർ ഓഫ് പേഴ്സണാലിറ്റിയിൽ ക്ലസ്റ്റർ A വിഭാഗത്തിൽ വരുന്നതാണ് ഈ സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. മനുഷ്യനോട് മിണ്ടാനും കമ്പനി ആവാനും തോന്നുന്നില്ല, അത് എന്തെങ്കിലും ഡിസോർഡർ ആണോ? That is a choice. You need to sit and ask yourself why you don't want to talk to people. What makes you distant from people? രാത്രി ഫുഡ് കഴിച്ച് അപ്പം തന്നെ കിടന്നാൽ പ്രശ്നമുണ്ട്. ഫുഡ് കഴിച്ച് അപ്പം തന്നെ കിടക്കരുതെന്ന് പറയുന്നത് ഇൻഡൈജഷൻ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം നടന്നിട്ട് കിടന്നാൽ നല്ലതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ള ഡിഗ്രി എൻ്റെ കയ്യിലില്ല. ദറ്റ്സ് ബിക്കോസ് മൈ ക്വാളിഫിക്കേഷൻ ഓൾവേസ് BSc MSc MPhil PhD. ബട്ട് അതെൻ്റെ പേരൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫുഡ് കഴിച്ച ഉടനെ തന്നെ കയറി കിടക്കരുത്, നടക്കണം എന്നുള്ളത്. എത്ര മണിക്കൂർ ഉറങ്ങണം? ദാറ്റ് ഈസ് എ വെരി സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 8 hours ഓഫ് സ്ലീപ്പ് വേണം. ഐഡിയലി സ്പീക്കിംഗ് ഒരു 6 hours എങ്കിലും ഉറങ്ങണം. എനിക്ക് 8 hours ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് ഓരോരുത്തരെ അനുസരിച്ച് നമ്മുടെ ഉറങ്ങേണ്ട ഇതനുസരിച്ചിരിക്കും. പാനിക് അറ്റാക്ക്, സ്കീസോഫ്രീനിയ മരുന്നെടുത്താൽ മാറുമോ? സ്കീസോഫ്രീനിയ മാറുന്നതിൽ കൂടുതൽ ഇറ്റ് ഡിപ്പെൻസ് മാനേജ്മെന്റ് ആണ്. പക്ഷെ സ്കീസോഫ്രീനിയ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറ്റും. മാം, DM മെസ്സേജ് നോക്കുമ്പോൾ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഇഷ്യൂ ആണ്, ചേഞ്ച് ആവാൻ നല്ല ആഗ്രഹമുണ്ട്, ബട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഇത് നന്നായി അടിമപ്പെട്ടു. ഓക്കെ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ
8075180727 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നാളെ 8075180727 8075180727 തെറപ്പി എടുക്കണ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഫുഡ് കഴിക്കാതെ തടി കുറച്ചാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കണ എത്രയോ പേരുണ്ട്. ഡോക്ടർ പാലൊക്കെ പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ മാം. DM നോക്കുമ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന് നമ്മൾ എക്സ്പോഷർ റെസ്പോൺസ് ഹായ് വിമൽ. ഞാൻ 1 മിനിറ്റ് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും പോയോ? പിന്നെ നമ്പറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് എന്തെങ്കിലും അനാവശ്യ മെസ്സേജ് ഈ കൂട്ടത്തിലുള്ളതൊക്കെ നല്ല കുട്ടികളാണെന്ന് തോന്നുന്നു അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് പറയുന്നു. ഹാപ്പിനെസ് വൈബ്സ്, ജിഷ്ണു, അശ്വതി, ബേസിൽ കൊരട്ടി, അനുശ്രീ PM, ആൽബിൻ. ഓക്കെ ഗൈസ്, അത്യാവശ്യം സംശയങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞാൻ സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാവാം, അവർക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവാം, അവർക്ക് അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ല, ബട്ട് ഇറ്റ്സ് എ സ്ട്രഗിൾ. അവരും തെറപ്പി എടുക്കേണ്ട ആവശ്യം വരും. ആൻഡ് യെസ്, പ്രിറ്റി മച്ച് ദാറ്റ്സ് ഇറ്റ്. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയാണ്.